അപ്പോൾ എല്ലാവർക്കും ഗോവയിലെ വിശേഷങ്ങൾ അറിയണ്ടേ? അപ്പം ബാക്കി വിശേഷങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിലോട്ട് പങ്കിടുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എടുത്തത് ഇതുപോലത്തെ ഒരു വില്ലയാണ്. 2 വില്ല എടുത്തു. ഞാൻ നേരത്തെ വ്ളോഗിൽ പറഞ്ഞതുപോലെ. അപ്പോൾ ഒരു വില്ലയിലാണ് നമ്മളെല്ലാവരും കൂടെ ഈ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു വില്ലയിലാക്കാമെന്ന് വിചാരിച്ചു. കാരണം 2ലും കൂടെ ആകുമ്പോൾ എല്ലാം കൂടെ ഇങ്ങനെ ഷഫിൾ ചെയ്ത് ഭയങ്കരമായിട്ട് എന്താ പറയുക, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാവും. അതുകൊണ്ട് നമ്മൾ ഒരിടത്താണ് എല്ലാ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത്. എപ്പോഴും കുക്കിംഗ് അല്ലായിരുന്നു, എന്നാലും നമ്മൾ രാത്രി ഫുഡ് അതൊക്കെ നമ്മൾ കുക്കിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ബീഫ് വയ്ക്കുകയാണ് കേട്ടോ, ബീഫ്. അപ്പം പൊറോട്ടയൊക്കെ നമ്മൾ നേരത്തെ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങളല്ല ചേട്ടന്മാർ. പിന്നെ ചാള പൊരിച്ചത്, അതുപോലെ തന്നെ ബീഫ്, പിന്നെ ചിക്കനില്ല, പകരം പൊറോട്ടയൊക്കെ ആയിരുന്നു കേട്ടോ വാങ്ങിയത്. രാത്രി ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ എല്ലാവരും കൂടെ ആയിരുന്നു, എല്ലാവരും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് തന്നെയാണ് എല്ലാം റെഡിയാക്കിയൊക്കെ എടുത്തു. പിന്നെ കുക്കിങ് ഉണ്ടാക്കിയെടുത്തത് എല്ലാം, അതായത് ആഹാരം ഉണ്ടാക്കിയതെല്ലാം ചേച്ചിയാണ്. കാരണം നമ്മൾ പൊടികളൊന്നും ഇടാനായിട്ട് പോയില്ല, നമ്മൾ അരിഞ്ഞ് പറക്കി കൊടുത്തു, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ചെയ്തുള്ളൂ. ബാക്കിയെല്ലാം ചേച്ചിയാണ് ചെയ്തത് അത്രയും. പിന്നെ സവാള, മല്ലിയില, എല്ലാ സാധനവും വാങ്ങിക്കൊണ്ടുവന്നു. ഒരു രസം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഇങ്ങനെയൊക്കെ പോകുമ്പോൾ സാധാരണ നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കും. ഇതിപ്പോൾ എല്ലാവരും കൂടെ കൂടി ചേർന്ന് ഒരുമിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന ആ ഒരു ഇത് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും നമ്മളെല്ലാവരും കൂടെ അടിച്ചു പൊളിച്ചു. പിന്നെ ഫുഡൊക്കെ റെഡിയായി, രാത്രിയത്തുള്ള ഫുഡൊക്കെ റെഡിയായി. എല്ലാവരുടെ തറയിലോട്ട് ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരെയും പിടിച്ച് തറയിലൊക്കെ ഇരുത്തിയതിന് ശേഷം നമ്മൾ ഫുഡ് സെർവ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പൊറോട്ട, ബീഫ്, മീൻ പൊരിച്ചത്. പിന്നെ കൂടുതലും ബീഫാണ് ചിലവായത്. കാരണം മീൻ പൊരിച്ചതൊന്നും അധികം ആരും എടുത്തു, വളരെ കുറച്ചാണ് എടുത്തത്, ഒരുപാടൊന്നും എടുക്കാനൊന്നും പോയില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പൊറോട്ടയൊക്കെ എടുത്ത് പൊക്കി കാണിക്കുകയാണ്. അങ്ങനെ അനുപേട്ട ഇതിനിടയിൽ കൂടെ കോമഡിയൊക്കെ പറയുന്നുണ്ട്, എന്തൊരു പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ സൗമ്യ ചേച്ചി ഇവിടെ ഇരിപ്പുണ്ട്, ചേച്ചി സെർവ് ചെയ്യുകയാണ്. അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് കുറേ മെമ്മറീസ് ഉണ്ടായി. അതാണ് എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യം. കുറേ മെമ്മറീസ് നമ്മളെല്ലാവരും കൂടെ അടിച്ചു പൊളിച്ച് 3-4 ദിവസം നിന്നു എന്നുള്ളൊരു മെമ്മറീസും കൂടെയാണ് ഈ ഒരു ഗോവ യാത്രക്കിടയിൽ ഉണ്ടായത്. അതിനുശേഷം ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം എല്ലാവരും കിടന്നുറങ്ങി. പിന്നെ പിറ്റേ ദിവസം ആയപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ട്രാവലറിൽ യാത്ര തുടങ്ങി. ഇപ്പം നമ്മൾ ട്രാവലറിൽ കയറിയതിന് ശേഷം ഇങ്ങനെ നല്ല സ്ഥലങ്ങളായിരുന്നു കേട്ടോ, നല്ല സ്ഥലവും വ്യൂ ആയിരുന്നു. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, നല്ല അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിനി നേരെ ബാഗ ബീച്ച്, അങ്ങനെ കുറച്ച് പിന്നെ ഫോർട്ട് ഉണ്ടല്ലോ, അവിടെയൊക്കെ ഒന്ന് പോവുകയാണ്. പിന്നെ സെറ്റാണ് കേട്ടോ, അടിപൊളി കണ്ടോ, നല്ല രസമാണ്, നല്ല അടിപൊളിയായിരുന്നു. ഇത് ചേട്ടനാണ് ഈ ഒരു വീഡിയോ എടുത്തത് കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ നമുക്കിനി ബാക്കി കാഴ്ചകളിലോട്ട് കടക്കാം കേട്ടോ. അങ്ങനെ കളിച്ച് തീർത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഗ്ലാസ്സൊക്കെ വെച്ച് സെറ്റായിട്ട് ഇരിക്കുകയാണ്. നമ്മളിനി നേരെ അങ്ങോട്ട് പോവുകയല്ലേ. അപ്പോൾ ഇതൊക്കെ ഓരോ മെമ്മറീസ്. പിന്നെ അനുപേട്ട ഉറക്കമാണ്, വിനോദേട്ടൻ ഉറക്കമാണ്, എല്ലാ ചേട്ടന്മാരും ഉറക്കമാണ്. അങ്ങനെ അല്ല, നമ്മൾ ആ ഒരു വൈബിൽ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. നമുക്ക് ആ ഒരു വൈബ് വന്ന് തരം തൊട്ട് പോയിട്ടില്ല നമ്മുടെ പെണ്ണുങ്ങൾക്ക്. പിന്നെ ഇനി പർച്ചേസിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതൊക്കെ ഇനി വഴിയെ കാണാൻ കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ, സൂപ്പറായിരുന്നു. അപ്പോൾ നമ്മളിനി പോകുന്നത് സെങ്ക്യൂരിയം ബീച്ചിലാണ് കേട്ടോ. അപ്പോൾ ആ ബീച്ചിൽ കാണാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെ ഈ കല്ല് കൊണ്ടുള്ള, അതായത് പുരാതനപരമായ കല്ല് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഫോർട്ട് പോലത്തെ ഒരു സംഭവമാണ്. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. അവിടെ ഫോട്ടോ എടുക്കാനായാലും, പക്ഷേ ഫോട്ടോ എടുക്കാൻ നമുക്ക് ഒറ്റയ്ക്കുള്ളൊരു ഫോട്ടോ എടുക്കാനൊന്നും നമുക്ക് പറ്റില്ല, കാരണം ഭയങ്കര തിരക്കായിരിക്കും. അതുപോലെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ വന്ന ഒരു സംഭവമാണ് കേട്ടോ. എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, ഞാൻ ആദ്യമായിട്ടാണ് ഗോവയിൽ വരുന്നതും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നേരെ പോവുകയാണ്. അപ്പോൾ ഇവിടെ ബ്ലോക്കായിരുന്നു കേട്ടോ. പിന്നെ വീണ്ടും നമ്മൾ ആ പഴയ യാത്രയിലോട്ട് തുടരുകയാണ്. നല്ല സ്ഥലമായതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ വീണ്ടും ഇട്ടത്. കാരണം നമുക്ക് കുറേ 3-4 വർഷം കഴിയുമ്പോൾ വീണ്ടും നോക്കുമ്പോൾ നമുക്കിതൊക്കെ ഒരു മെമ്മറീസായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇടുന്നത് കേട്ടോ. ഞാൻ അല്ലെങ്കിൽ ഈ ഒരു വ്യൂ ഒന്നും ഇടില്ലായിരുന്നു.
എന്നിട്ട് നമ്മൾ നേരെ നമ്മൾ വന്ന് ഇറങ്ങിയതിന് ശേഷം നമുക്ക് നേരെ കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. അവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ടെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സ്ഥലത്ത് എത്തി. നമ്മൾ എത്തിയതിന് ശേഷം ഇതാണ് ആ കാണുന്ന സെങ്ക്വേറിയം ബീച്ച് എന്ന് പറയുന്നത്. നല്ല അടിപൊളി, പച്ചയ്ക്ക് പറഞ്ഞാൽ നല്ല പൊളപ്പൻ ബീച്ചായിരുന്നു. സൂപ്പർബായിരുന്നു. നമുക്ക് ഫോട്ടോസ് എടുക്കാനായാലും എല്ലാത്തിനും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നുള്ള ഒരുപാട് ഫോട്ടോസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ആ ഫോട്ടോസൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും കയറി കാണാം. പിന്നെ ഇതാ നമ്മൾ ഈ ഒരു വ്യൂ കണ്ടോ, ഇങ്ങനെ നേരെ പോയി കല്ലുകളാണ് കേട്ടോ. വലിയ നല്ല മറ്റേ എന്ത് കല്ലാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇത് പുരാതനപരമായ ശൈലിയിലാണ് അത് ചെയ്തിരിക്കുന്നതും എല്ലാം. ഒരു കുട്ടി കയറിയിരിക്കാൻ പോയതാണ്, അപ്പുറത്ത് മറിഞ്ഞെങ്കിൽ കടലിലോട്ട് ചാടാമായിരുന്നു. പിന്നെ ഇതാ ഒരുപാട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹോളുകളുണ്ട് കേട്ടോ, ഇതുപോലത്തെ ഹോളുകളുണ്ട്. അപ്പോൾ ആ ഹോളിലിരുന്ന് എൻ്റെ നിച്ചു പറഞ്ഞു, അമ്മ എനിക്ക് അവിടെ ഇരുന്നൊരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഫോട്ടോ അവ എടുത്തിട്ടുണ്ടായിരുന്നേ. നല്ല അടിപൊളി ഫോട്ടോ ആയിരുന്നു. അപ്പോൾ ഞാൻ ആ ഫോട്ടോയും കൂടി ഇതിലൂടെ ഇൻക്ലൂഡ് ചെയ്യാമേ. കണ്ട, ഇതാണ് വ്യൂ എന്ന് പറഞ്ഞത്. ഇവിടെ നിന്ന് ഒറ്റയ്ക്കുള്ള ഫോട്ടോ എടുക്കാൻ നമുക്ക് പറ്റില്ല, കാരണം ഒരുപാട് ആൾക്കാരൊക്കെ കാണുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. എന്നാലും ഞാൻ ആവശ്യമുള്ള വീഡിയോസൊക്കെ എടുത്തതിന് ശേഷമാണ് ഞാൻ തിരിച്ചത് കേട്ടോ. അടിപൊളി, ഒരുപാട് പേരുണ്ട്, ശരിക്കും ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ തിരിച്ച് നടക്കാൻ തുടങ്ങി. നല്ല വെയിലും ഉണ്ടായിരുന്നു. നമ്മൾ വന്ന സമയം ഭയങ്കര വെയിലായിരുന്നു. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് കുറേ ദൂരം നടന്നതിന് ശേഷമാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നത്. ഫുഡ് ഫ്രൈഡ് റൈസ്, നൂഡിൽസ് ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. നമ്മളെല്ലാ ഫാമിലിയും ഓരോർക്ക് ഇഷ്ടമുള്ളതാണ് ഓർഡർ ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ചു. ഇവിടെ നമ്മുടെ കേരളത്തിൽ മാത്രമേ നമ്മൾ അടുത്തിനി ബാഗ ബീച്ചിലാണ് പോകുന്നത്. ബാഗ ബീച്ച്, we are going to ബാഗ ബീച്ച്. നമ്മളിവിടെ ഒരു ഗോവയിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ വിസിറ്റ് ചെയ്തിട്ട് ഇറങ്ങിയപ്പോൾ ഒരു ഇത് കണ്ടതാണ്. ഒരു ശിവക്ഷേത്രമാണ് കേട്ടോ. അവിടുത്തെ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. കണ്ടോ, ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണേ. അങ്ങനെ നമ്മൾ ബാഗ ബീച്ചിൽ എത്തി. എന്താ കണ്ടത്? ബാഗ ബീച്ചിൽ എത്തി കേട്ടോ ഞങ്ങൾ. നെടുവോ ബാഗ ബീച്ചാണ് കേട്ടോ. നമ്മളങ്ങനെ ബാഗ ബീച്ചിലെത്തി ഗൈസ്. വാവ്, നമ്മള് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. പക്ഷെ ഇന്നത് ആദ്യമായിട്ട് നമ്മൾ ബാഗ ബീച്ചിൽ നിന്ന് അങ്ങനെ നമ്മൾ ബാഗ ബീച്ചൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ചിട്ട് നമ്മൾ നേരെ നമ്മുടെ വില്ലയിലോട്ട് പോവും. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഫുഡൊക്കെ ആ സമയത്ത് കഴിച്ചങ്ങ് തീർത്തു. അപ്പോൾ അതിന് ശേഷം നമ്മൾ വീണ്ടും വേറൊരു റെസ്റ്റോറൻറ്റിൽ, അതായത് ആ വില്ലയുടെ തൊട്ടടുത്തായിട്ട്, റെസ്റ്റോറൻ്റ് അല്ല, ചെറിയൊരു ഹോട്ടൽ പോലത്തെ ഒരു സംഭവമാണ്. ചെറിയ തട്ടിക്കൂട്ട് പരിപാടിയാണ്. ഇവിടെയാണ് ആ ഒരു സ്ഥലം എന്ന് പറയുന്നത്. നമ്മളിവിടെ കയറിയാണ് നമ്മൾ ഫുഡ്, ബ്രേക്ക്ഫാസ്റ്റ് ആണെന്നാണ് തോന്നുന്നത് കേട്ടോ, എനിക്ക് ഓർമ്മയില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും കയറണം. പക്ഷെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡാണ്. ഇഡ്ഡലി, വട ഇതൊക്കെയായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ല, ഭയങ്കര സംഭവമൊന്നും പറയണില്ല. പക്ഷെ എന്നാലും നമുക്ക് വയറ് നിറയ്ക്കാനുള്ളതായി, വേറെ വഴിയില്ലാതെ നമുക്ക് കഴിച്ചാലേ പറ്റൂ. എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടില്ല എന്നേ പറയാൻ പറ്റുള്ളൂ, എന്നാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും ഇരുന്ന് കഴിക്കുന്ന ഒരു വീഡിയോ ആണ് ഇത്. ചിലർക്കൊക്കെ ഇഷ്ടപ്പെട്ടു, ചിലർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ കോഫിയൊക്കെ കൊള്ളായിരുന്നു, ഭയങ്കര മധുരമായിരുന്നു കേട്ടോ. എനിക്ക് കിട്ടിയ കോഫി നല്ല മധുരമായിരുന്നു. പിന്നെ എന്ത് ചെയ്യാൻ, നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് എന്തൊരു എവിടെ പോകുന്ന നായ നടുക്കണ്ടം തിന്നണമെന്നോ അങ്ങനെ എന്തൊരു ഇതുണ്ടല്ലോ, അതുപോലെ ഒരു അവസ്ഥയായിരുന്നു. എന്നാലും നമ്മൾ കഴിച്ചു. പക്ഷെ നമ്മൾ വില്ലയിൽ ഉണ്ടാക്കി കഴിച്ച ഫുഡ് നല്ല അടിപൊളിയായിരുന്നു. ഹോംലി ഫുഡല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ചേച്ചിയുടെ കൈപ്പുണ്യം കൂടെ ആകുമ്പോൾ പിന്നെ പറയാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് വിചാരിക്കുന്നതിലും അപ്പുറമായിരിക്കും. പിന്നെ അവിടെ തന്നെ അവർ കുറച്ച് കരുവാടൊക്കെ ഇങ്ങനെ ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. ഇത് വാള
ഇതെല്ലാം കരുവാടാണ് കേട്ടോ, കരുവാട്. ഏതോ ഉണക്കാൻ വേണ്ടി. പിന്നെ കൊഞ്ച് ഒരുപാട് ഇരിപ്പുണ്ട്. കൂനിപ്പൊടി. കൊഞ്ചല്ലേ ഇത് കൂനിപ്പൊടി. കൊഞ്ചിന്റെ കുഞ്ഞ് സ്മോള്. പിന്നെ ഇത് ചാള. ചാള. ഇത് കൊഞ്ചിനെക്കാട്ടും കുറച്ചുകൂടെ വലുത്. ഇതെല്ലാം അയല. എല്ലാം അയലയാണ് കേട്ടോ ഇരിക്കണേ. പിന്നെ ഇത് നെമ്മീനിന്റെ സ്മോള്, ചെറുത്. കരുവാടാണോ അല്ലേ ഇതെല്ലാം? ഇത് എന്താണെന്ന് എനിക്ക് തിരിയില്ല. അറിയാന്നുള്ളൊരു കമന്റ് എന്താണെന്ന്. ഇത് എന്ത് മീനെന്ന് അറിഞ്ഞൂടാ. അത് നെമ്മീൻ. കൂനിപ്പൊടി. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം അടിച്ചതിന് ശേഷം വീണ്ടും വില്ലയിലോട്ട് വന്നു. വില്ലയിൽ വന്ന് രാത്രിയത്തുള്ള ഫുഡിൻ്റെ പ്രിപ്പറേഷനാണ് ഈ ഒരു കാണുന്നത്. നമ്മളെല്ലാം അരിഞ്ഞു വെക്കുകയുള്ളൂ, ബാക്കി എല്ലാം ചേച്ചിയാണ് ചെയ്യുന്നത്. കാരണം നമ്മളെല്ലാവരെക്കാളും ഏറ്റവും കൂടുതൽ കൈപ്പുണ്യമുള്ളത് ചേച്ചിക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചേച്ചിക്കാണ് ആ പണിയൊക്കെ കൊടുത്തത്. അപ്പോൾ നമ്മൾ സവാള അരിഞ്ഞു, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, അങ്ങനത്തെ ചെറിയ ചെറിയ സഹായങ്ങൾ മാത്രമാണ് നമ്മൾ ചെയ്തത്. വേറെ കൂടുതലൊന്നും ചെയ്യാൻ പോയിട്ടില്ല. ബാക്കിയെല്ലാം സുഹിത ചേച്ചിയാണ് ചെയ്തത്. അടിപൊളി കറിയൊക്കെ ആയിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. നമുക്കതൊന്നും നമ്മളെന്ന് വെച്ചാൽ ഇതൊക്കെ കുറേ മെമ്മറീസ് ആയിരുന്നു കേട്ടോ. നമ്മൾ ആ ഒരു 4 days എന്ന് പറയുന്നത് നമ്മളിങ്ങനെയൊക്കെ നിന്നത്. കുഞ്ഞിലേ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ അടിച്ചു പൊളിച്ചൊക്കെ ചിലപ്പം കസിൻസ് ആയിട്ടൊക്കെ നിന്നതാണ്. പക്ഷേ അതിന് ശേഷം നമ്മളിപ്പോഴാണ് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച്, ബാക്കി ഇവരെയൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത നിമിഷങ്ങളാണിത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ കുക്കിംഗ് ചെയ്യുക, നമ്മളെല്ലാവരും കൂടെ കളിക്കുക, നമ്മളെല്ലാവരും കൂടെ യാത്ര ചെയ്യുക, നമ്മളെല്ലാവരും കൂടെ എന്താ പറയുക എൻജോയ് ചെയ്യുക, ഇതെല്ലാം ഭയങ്കര ഒരു എന്താ പറയുക അടിപൊളിയായിരുന്നു. പിന്നെ പിള്ളേരിതാ ഇവരൊക്കെ അടിപൊളിയായിരുന്നു. ഇവർക്കൊന്നും തമ്മിൽ അറിഞ്ഞൂടായിരുന്നു, സത്യം പറഞ്ഞാൽ അറിഞ്ഞൂടായിരുന്നു. ഈ പിള്ളേർക്ക് അറിഞ്ഞൂടായിരുന്നു. പക്ഷേ ഈ ഒരു യാത്രയിലൂടെ ഇവർക്ക് എല്ലാവർക്കും ഈ പിള്ളേരാണ് ഒന്നായത്. സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സ് തുറന്ന് പറയുകയാണ്, പിള്ളേരൊന്നായി. അതിലുപരി നമ്മൾ കുറേ എൻജോയ് ചെയ്തു. പിള്ളേർ ഭയങ്കര സ്നേഹമാണ്. ലാസ്റ്റ് ഈ ഗോവ ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ ട്രെയിന് എത്തി നമ്മൾ തിരിച്ചു പോകുമല്ലോ, എല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു. നമുക്ക് മാത്രമല്ല പിള്ളേർക്ക് നല്ല വിഷമമായിരുന്നു. പിന്നെ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ട് കാര്യമില്ല. അതാ കണ്ട ചിക്കൻ കറി ചേച്ചി ഉണ്ടാക്കി വെച്ച ചിക്കൻ കറിയാണ്, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇത് തന്നെയാണ് നമ്മൾ പിറ്റേന്നും കഴിച്ചത് കേട്ടോ. ഈ കറി ഉണ്ടായിരുന്നു, അപ്പോൾ അത് തന്നെയാണ് നമ്മൾ പിറ്റേന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചത്. പിന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നു, പിന്നെ സാലഡ് വെള്ളരിയൊക്കെ വെള്ളരിക്ക അതെല്ലാം നമ്മൾ അരിഞ്ഞതൊക്കെ അഞ്ചും ഞാനും സൗമ്യ ചേച്ചിയും കൂടെയാണ് കേട്ടോ. ബാക്കിയെല്ലാം സുഹിതേച്ചിയാണ് കുക്ക് ചെയ്തതൊക്കെ. പിന്നെ അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് നമ്മൾ നേരെ ഒരു പ്രസിദ്ധമായ ഒരു പാർക്കുണ്ട്. അപ്പോൾ ആ പാർക്കിലാണ് വന്നത്. അപ്പോൾ ഇതാ ചേട്ടനും അനൂപേട്ടനും കൂടി കളിക്കുകയാണ്. അതുപോലെ ഞങ്ങളും ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. 2-3 പ്രാവശ്യം ചെയ്തു. പിന്നെ ഇപ്പോൾ പെടലി ഉളിക്കാലോ എന്ന് വിചാരിച്ച് നമ്മൾ അതൊന്ന് സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. അച്ഛനും മോനും കൂടി എന്തോ കൽപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. എങ്ങോട്ട് പോകണം എന്നറിഞ്ഞുകൂടാ, അതിങ്ങനെ പാസ് ചെയ്ത് പോകണം കേട്ടോ, എന്നാലേ നമ്മുടെ ആ ഒരു ടാസ്ക് തീരത്തുള്ളൂ. അപ്പോൾ അതുപോലെ ഒരു കളിക്കുക, എല്ലാവരും കയറി കേട്ടോ. ഓൾമോസ്റ്റ് നമ്മൾ വന്ന എല്ലാവരും കയറി. നല്ല രസമായിരുന്നു. അല്ലൂന് ആദ്യം പേടിയൊക്കെ ആയിരുന്നു, പക്ഷേ പിന്നെ അവൻ ആ പേടിയൊക്കെ അങ്ങ് മാറി. നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി നമ്മളെല്ലാവരും പോകാൻ പോകണം. നേരെ വൈകിട്ടത്തെ ട്രെയിനിലാണ്, ഉച്ചയ്ക്കുള്ള ട്രെയിനല്ലേ ചേച്ചി? വൈകിട്ടത്തെ ട്രെയിനിലാണ് നമ്മളിനി ട്രിവാൻഡ്രത്ത് പോകുന്നത്. അപ്പോൾ അതുവരെ ഇവിടെ കിടന്ന് ഒന്നുകൂടെ ഒന്ന് കറങ്ങും, ഗോവയിൽ കിടന്ന് തന്നെ കറങ്ങും. ഇനി നമ്മൾ നേരെ എന്നിട്ട് ട്രെയിനിൽ പോയി കയറി നേരെ നാളെ നമ്മൾ വീട്ടിലെത്തും. അപ്പോൾ ആ ഒരു കണക്കിന് എല്ലാവരും റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് എല്ലാം സെറ്റായി ഇറങ്ങി വണ്ടിയിൽ കയറി ട്രാവലിൽ കയറി. ഇനി എവിടെയെങ്കിലും കുറച്ച് സ്ഥലവും കൂടെ കണ്ടതിന് ശേഷം നമ്മൾ ട്രെയിനിൽ കയറി നാളെ ഉച്ചയ്ക്ക് നമ്മൾ വീട്ടിലെത്തും. അപ്പം നമ്മുടെ ഗോവ ഇതൊക്കെ ആയിരുന്നു. എല്ലാം ഫുൾ എടുക്കാൻ പറ്റില്ല, കാരണം ബാറ്ററി ഭയങ്കര ലോ ആയിരുന്നു. പെട്ടെന്ന് ബാറ്ററി തീരുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഫുൾ എടുക്കാൻ പറ്റിയില്ല. എന്നാലും കുറച്ചൊക്കെ ഞാൻ കവർ ചെയ്ത് മാക്സിമം ഉള്ളതൊക്കെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ്, നല്ലൊരു യാത്രയായിരുന്നു. അപ്പം നമ്മൾ ഫ്രൈഡേ മോർണിംഗ് 11:15 ട്രെയിനിൽ തിരിച്ച് നമ്മൾ നാളെയാണ് നമ്മൾ എത്തുന്നത് ട്രിവാൻഡ്രത്ത്. അപ്പോൾ ഇത്രയൊക്കെയാണ്. എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഓൾ.